കോഴിക്കോടിന്റെ മണ്ണിൽ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി അയ്യൻസ് എക്സ്പ്രസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അയ്യൻസ് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു വേളയിൽ എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നല്ലൊരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്ഥാപനത്തിൽ വരുന്നതിന് മുമ്പേ ഉദയേട്ടനെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. നല്ലൊരു കലാകാരൻ, ഈ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധത നല്ലൊരു പൗരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭയങ്കര വേദനിച്ച ഒരാളാണ് നമ്മൾ. അതേ നേരത്തിൽ അവരെ മകൻ ശങ്കർ ഏറ്റവും നല്ല ഭംഗിയായി ഈ പ്രസ്ഥാനത്തെ 200 സെൻറ്ററിൽ 20 സ്ഥാപനങ്ങളായി ഇപ്പം കേരളത്തിലെ ഏറ്റവും നല്ല ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും റിസ്ക് എടുത്ത ഒരു പരിപാടിയാണ് ഇത്. എന്നാലും ആ റിസ്കിനൊക്കെ മറികടന്ന് ദൈവത്തോർത്ത് നല്ല രീതിയിൽ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ഉദയേട്ടനും മേലെയും വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായും ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തോടെ ഓക്കെ. நம்ம ஐஎன்ஸ் எக்ஸ்பிரஸோட அடுத்த தலைமுறை ஸ்டோரி இங்கே இனாகுரேட் ஆச்சு. அதை பற்றி 2 வாக்கு சொல்ல முடியுமா? Surely, it's a pleasure to be here. This is the 3rd generation of the family we are associated with. I know the family from the year 1988. SM Street is where we all started our journey. Today, the entire family has made IN a household name for us in Calicut, for which we are ever indebted to them. We look forward to many more IN Express outlets in and around here. And today the person I really miss is the dear friend of the family, Mr. Udayan. His blessings are always there with the family, and I'm very sure he's super proud that his son is taking it from one step to the other. We look forward to many years of working with them and ensuring that the name is held in high esteem. Thank you. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തിനടുത്ത് കാരപ്പറമ്പിലുള്ള അയ്യൻസ് എക്സ്പ്രസിൻ്റെ ഒഫീഷ്യൽ ഷോറൂമിലാണ്. നമ്മുടെ അയ്യൻസ് വേൾഡ് ടീമിൻ്റെ അടുത്ത ഷോറൂമായ അയ്യൻസ് എക്സ്പ്രസ് കോഴിക്കോട് കാരപ്പറമ്പിൽ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു ചേട്ടാ? ഹാപ്പിയാണ്. നമ്മളൊരു ആഗ്രഹമായിരുന്നു, അത് നടന്നു. വലിയ സന്തോഷം. പിന്നെ നമ്മൾ അയ്യൻസ് വേൾഡിൽ വെച്ച് നോക്കുമ്പം എന്താണ് നമുക്കിവിടെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുക? അതായത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൽ കൺട്രോൾ ചെയ്യുന്ന ഫയർ വർക്ക്സ് ഉണ്ട്, അതുപോലത്തെ ഫയർ വർക്ക്സ്, കോൾഡ് പൈറോസ്. പിന്നെ അയ്യൻസ് വേൾഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നോർമൽ റേഞ്ചിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫയർ വർക്ക്സ്. അതായത് സാധാരണക്കാരന് മുതൽ നമുക്കൊരു ഹൈ എൻഡ് ടീമിന് വരെ തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് 10 രൂപ മുതൽ 10,000 രൂപ വരെ വരുന്ന സിംഗിൾ പീസ് ഒരു ഐറ്റം കൗണ്ടറിൽ അവൈലബിൾ ആണ്. പിന്നെ അയ്യൻസ് വേൾഡിലും ഇതേ ഐറ്റംസ് അയ്യൻസ് വേൾഡുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് തിരക്കിൻ്റെ ഒരു ഇഷ്യൂ, ഒരു വെയിറ്റിംഗ് ടൈം, ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ ലാസ്റ്റ് ടൈമിലേക്ക് കുടുങ്ങുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രസ് കൗണ്ടേഴ്സ് ഇനി പല സ്ഥലത്ത് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വിഷു വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് പുതിയ തരത്തിലുള്ള ക്രാക്കേഴ്സ് ലോഞ്ചഡ് ആയിട്ടുണ്ടോ മാർക്കറ്റിൽ? ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ചിലത് റിവീൽ ചെയ്യാനായിട്ടില്ല. നമ്മൾ പ്രീവിയസ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ബ്രാൻഡ് പുതിയത് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ബ്രാൻഡിലും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഉണ്ട്, അധികം ആരും കണ്ടിട്ടില്ലാത്ത ടൈപ്പ്. അതിൻ്റെയൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരും. കൂടുതലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ ഫയർ വർക്ക്സ് ആണ്. എല്ലാം ഗ്രീൻ ഫയർ വർക്ക്സ് ആണ്. പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹാൻഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അയ്യൻസ് അല്ലാതെ മറ്റു ബ്രാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അതെ, ഞങ്ങൾ ഏകദേശം 30 ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ മെയിൻ ബ്രാൻഡാണ് അയ്യൻ. പക്ഷേ എല്ലാവർക്കും അയ്യൻസ് വേൾഡ് നിൽക്കും അയ്യൻസിന്റെ മാത്രം പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അയ്യൻസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. അയ്യൻ കമ്പനി ഉണ്ടാക്കുന്ന A to Z പ്രൊഡക്റ്റ് നമ്മളെ കൗണ്ടറിൽ ത്രൂ ഔട്ട് ദ ഇയർ അവൈലബിൾ ആയിരിക്കും.
അതുപോലെ തന്നെ മറ്റ് ഓരോ കമ്പനികളിലും ഒരു സ്പെസിഫൈ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ കോൺസെൻട്രേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മളെ കൗണ്ടറിലുണ്ട്. ഓരോ കമ്പനിയിൽ ഏതാണോ നല്ലത് അതുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം കഴിഞ്ഞിട്ട് കാരപ്പറമ്പിൽ റിലയൻസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ട് ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിന്റെ പേര് എടുത്തു പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. എന്ത് ചോദിക്കാനാ? അപ്പോൾ നമ്മുടെ ഐഎൻസ് എക്സ്പ്രസ്സിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മനോജേട്ടൻ നമ്മൾ ക്ഷണിക്കുകയാണ്. മനോജേട്ടാ, ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷം കണ്ടതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് മനോജേട്ടൻ നമ്മളെ കൈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമുക്കിപ്പോൾ ഐഎൻസ് എക്സ്പ്രസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അയ്യൻ്റെ നൈറ്റ് റൈഡേഴ്സ് എന്ന പുതിയ ഷോട്ട് വന്നിട്ടുണ്ട്. ഇത് 10 സ്റ്റെപ്പായിട്ട് പോകുന്ന ഷോട്ട്സ് ആണ്. 100 ഷോട്ട്സ് 10 സ്റ്റെപ്പ് ഒരു ടൈമിൽ 10 പ്രാവശ്യം ഷോട്ട് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ 10 സെറ്റ് അങ്ങനെ പോകുന്നത്. ടോട്ടൽ 100 സെറ്റ്. അതിൻ്റെ പുതിയ വേറെ മോഡലുണ്ട്. ഗ്രാൻഡ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ മയിൽപീലി വരെ ഉണ്ട്. അങ്ങനെ സിംഗിൾ ഷോട്ട്, ഡബിൾ ഷെല്ല് പോലെ സിംഗിൾ ഷോട്ട്. ഒരു ഷെല്ലിൽ തന്നെ 8 പ്രാവശ്യം ഷവർ അടിക്കുന്ന ടൈപ്പ്. അങ്ങനെ പല വെറൈറ്റി ഷോട്ട്സുകൾ കുറെ ഒറ്റ ഷോട്ടിൽ 8 വിരിച്ചൽ 8 ഫ്ലവേഴ്സ് പല വെറൈറ്റി ഷോട്ട് സിംഗിൾ ഷോട്ടേ ഉള്ളൂ. ഇപ്പോൾ മൈൽസ് എന്ന പുതിയ സാധനമുണ്ട്. ഈവെന്റിന് പൊട്ടിക്കാൻ പറ്റിയ മൈൽസ് എന്നിട്ട് 5 ഷെയ്ഡ്സിൽ വരുന്നു. ഈ സ്റ്റേജ് ഷോനൊക്കെ പിടിക്കില്ലേ ഇലക്ട്രോണിക്കിൽ, അതിൽ മൈൻസിന്റെ എല്ലാ കളേഴ്സും ഇലക്ട്രോണിക് പൊട്ടിക്കുക, തീലും വയറിലും രണ്ട് ടൈപ്പ് പൊട്ടിക്കുക മൈൻസ്. ആ പുതിയ ഐറ്റം ഒന്നാണ്. എല്ലാ കളർ 5-6 കളേഴ്സ് അതിൽ അവൈലബിൾ ആണ് അവിടെ. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള എല്ലാ ഐറ്റം അവൈലബിൾ ആണ്. ഐൻസിലുള്ള എല്ലാ ഐറ്റം ജാഗ്വർ, വലിയ ബുക്കറ്റുകളുണ്ട്. സാധാ ഷോട്ടുകൾ 250 ഷോട്ട്സ് ഉണ്ട്. 250 അല്ല 500 വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ പൊട്ടിക്കുന്ന അതിന് വലിയ ഷെല്ലുണ്ട്. ഏറ്റവും വലിയ ഷെല്ല് അതിന് ഏറ്റവും വലിയ ഷെല്ല് ആറഞ്ചിന് പറഞ്ഞ ഏറ്റവും വലിയ ഷെല്ല് 6 ഇഞ്ച്. ഉത്സവത്തിന് വലിയ ഷവറായിട്ട് എല്ലാം ഉണ്ട്. പിന്നെ വേറെന്താ സ്പെഷ്യൽ? പുതിയ തോർ എന്ന് പറഞ്ഞ ഐറ്റം. ഇതെന്താണ്? മറ്റേ മുട്ടിയാണോ? മുട്ടി ഹാമർ. അതായത് അടിച്ചു പൊട്ടിക്കുന്നതാണ്. വെറൈറ്റി ഒന്നാണ്. ഇതാണ് ഈ വെറൈറ്റി. ജസ്റ്റ് കമ്പത്തിലൂടെ ഇവിടെ തീ കൊടുത്താൽ മതി. നല്ല ക്രാക്ലിംഗ്, സൗണ്ടും കാര്യങ്ങളൊക്കെ സൗണ്ട് ചെല്ല സൗണ്ട് ഉണ്ടാവും. ടൈമിംഗ് ഉണ്ട്. പുതിയ ഐറ്റം ഇക്കൊല്ലത്തെ എക്സ്പ്രസിലേക്ക് വേണ്ടി പുതിയ ഇറക്കിയ ഐഎൻസ് എക്സ്പ്രസിലേക്ക് വേണ്ടി പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഐറ്റാണ്. അപ്പൊ വിഷ്വൽ അവൻ തൂക്കും, പൊളിച്ചെടുക്കും. നമ്മുടെ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഐഎൻസ് എക്സ്പ്രസ് നെക്സ്റ്റ് ജനറേഷൻ ഫൈവർക്സ് ക്രാക്കേഴ്സ് ഷോറൂമിന്റെയും അതുപോലെ തന്നെ കോയാർ റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഐഎൻസ് വേൾഡ് ഷോറൂമിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷു ഒക്കെയാണ് വരുന്നത്. എല്ലാവരും പർച്ചേസ് ചെയ്യുക, അടിച്ച് പൊളിക്കുക.